നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം എത്രത്തോളമാണ്? അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ലവ് കണക്ഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെയധികം ആഴമേറിയതാണെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ആഴമേറിയതാണ്. നിങ്ങളുടെ ഫിസിക്കൽ കണക്ഷൻ പോലെ തന്നെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സ്പിരിച്വൽ കണക്ഷനും എന്നിവിടെ വ്യക്തമാകുന്നു. നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്ര ആഴത്തിൽ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടാണ്, അതിൻ്റെ എനർജി വൈബ്രേഷൻ വളരെ കൂടുതലായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ്റെ റിയാലിറ്റി എന്ത് തന്നെ ആയിരുന്നാലും ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ റിലേഷൻഷിപ്പിലുള്ളത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് പലർക്കും എങ്കിലും ആ വ്യക്തി എപ്പോഴും നിങ്ങളിലേക്ക് എത്തിപ്പെടണമെന്നുള്ളൊരു ചിന്തയാണ്. അവർക്ക് ഫിസിക്കലി നിങ്ങളുമായിട്ട് എന്താണ് കണക്റ്റ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ സ്പിരിച്വലി ആ വ്യക്തി എപ്പോഴും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സയൻസ് നിങ്ങൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുക, ആ വ്യക്തിയുടെ വോയിസ് കേൾക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളെപ്പോഴും കാണുക, ഡ്രീംസിൽ കാണുക, അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധമാണ് അവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള സമയമാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു മറ്റൊരു വ്യക്തിയുടെ സഹായം ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒരു ഹെൽപ്പാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മേ ബി ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആയിരിക്കാം ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. യെസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്. ഇതിൽ 3 കാർഡിൽ നിന്ന് വ്യക്തമാകുന്നത് ആ വ്യക്തിക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഒരു സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ലാഗ് വരുന്നുണ്ട്. ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കൊണ്ടായിരിക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, കൂടുതൽ പേരും ട്വിൻ ഫ്ലെയിം എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിലായിട്ട് ഇരുന്നാൽ പോലും അവരുടെ സ്പിരിച്വൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷനെ ആണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വളരെ ആഴത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എന്നാണ് ഇവിടെ കാണുന്നത്. ഇൻഫാക്ച്വേഷൻ ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് അതിനെല്ലാം ഉള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ നിങ്ങൾ അവേക്കനിങ് ടൈമാണ്. അതുകൊണ്ട് ഒരു ഡോർ ടു സ്പിരിറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കാം ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആഴം ഇത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ അത് നിങ്ങളുടെ ആ കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ലവ് കണക്ഷൻ ഇൻറ്റൻസിറ്റി, യെസ്, മിറർ സെൽഫ്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജ് തന്നെയായിരിക്കണം. ട്വിൻ ഫ്ലെയിം സ്റ്റേജസിൽ നിങ്ങൾക്ക് അതേപോലുള്ള ഒരു എനർജി ഉള്ളൊരു പേഴ്സണാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സെയിം ഫീലിംഗ് ആയിരിക്കാം, സെയിം ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ സാമ്യം ഉണ്ടായിരിക്കാം. അത് ഒരുപാട് ഒബ്സർവ് ചെയ്യുക, നിങ്ങളും ആ പേഴ്സണുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് കിട്ടുന്നത്. ആൻഡ് ദെൻ ഒരു സെക്കൻഡ് ചാൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ ക്ഷമയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ സ്നേഹത്തിന് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നിവിടെ വ്യക്തമാവുന്നുണ്ട്. അത്രമാത്രം സ്നേഹമാണ് നിങ്ങൾക്ക് തമ്മിലുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്രമാത്രം വെയിറ്റ് ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സെപ്പറേഷൻ അധികമായിട്ട് ഫീൽ ചെയ്യാറില്ല. കാരണം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ. സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എല്ലാ രീതിയിലും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് വളരെ ആഴത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം മേ ബി ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. മറ്റൊരു വ്യക്തിയോടുള്ള അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം തന്നെ ഈ റിലേഷൻഷിപ്പ് ഒത്തിരി ചേഞ്ചിലോട്ട് പോകുന്നു. ഒത്തിരി മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് തീർത്തും ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലവ് കണക്ഷൻ ഇൻറ്റൻസിറ്റി വളരെ ലോ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള അല്ലെങ്കിൽ മെസ്കുലിൻ ആയിട്ടുള്ള ഒരു എനർജി ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഒരാൾ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മെന്റലി ഫിസിക്കലി വളരെ വീക്കാണ് ആ ഒരു പേഴ്സൺ. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തിയിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഉള്ളതായിട്ടും അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അത്തരം ഒരു ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ട്. സോറി. അതുപോലെ തന്നെ മേ ബി ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യാണ്. ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം, ഒരു പുതിയ അവസരം ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടാവാം. മേ ബി അതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഒരു നല്ല രീതിയിലുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിരിക്കാം ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നത്. മേ ബി ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഈ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട്. ഈ അവസരം ആ വ്യക്തി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു കണക്ടിവിറ്റിയുടെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിട്ടും നിങ്ങളെ തീർത്തും പല സിറ്റുവേഷൻസിലും അവഗണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തി ഫിനാൻഷ്യൽ ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കാം. ആൻഡ് ദെൻ ലോൺലിനെസ്, ഒരുപാട് ഒറ്റപ്പെടൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം. കോംപ്രമൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനാണ് ഈ ഒരു സമയത്ത്. ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഫിസിക്കലി മെൻ്റലി നിങ്ങൾ ഒരുപാട് ടയേർഡായിട്ട് കാണുന്നുണ്ട്. ഓക്കെ.